അങ്ങനെ ഈ വർഷം തുടങ്ങി ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം 2026 ആദ്യത്തെ അത്യാവശ്യം നല്ല സംതൃപ്തി നൽകിയ ഒരു മികച്ച സിനിമ കണ്ട അനുഭൂതി കിട്ടിയെന്ന് പറയാം. അതിനുവേണ്ടി ജനുവരി 23 വരെ കാത്തിരിക്കേണ്ടി വന്നു. ബേബി ഗേൾ ബോബി സഞ്ജയ് ടീം എഴുതിയ തിരക്കഥ, ഗരുഡന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ലിജോമോൾ ജോസ്, നിവിൻ പോളി, സംഗീത് പ്രതാപ്, അഭിമന്യു എസ് തിലകൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം ക്രൈം ഡ്രാമ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്നും ജനിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കാണാതാവുന്നതും അതിന്റെ പിന്നിലെ അന്വേഷണവുമാണ് ബേബി ഗേൾ എന്ന സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ നല്ല പടം. മികച്ച ഒരു സ്ക്രിപ്റ്റ് ആണ്. ഇതിന്റെ മേക്കിംഗിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ വശങ്ങളിൽ ചെറിയ ചില പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സ്ക്രിപ്റ്റിന്റെ മികവ് കൊണ്ട് പടം എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷം ആദ്യം പൊന്മാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ ആ ഒരു സംതൃപ്തിയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. തിരക്കഥയാണ് നായകനെന്ന് തെളിയിക്കുന്ന മറ്റൊരു മികച്ച സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സർവമ്മായിയുടെ വിജയത്തിന് ശേഷം വന്ന നിവിൻ പോളിയുടെ ഒരു പടമായതുകൊണ്ട് ഇത് നിവിൻ പോളിയുടെ സിനിമയാണ്, നിവിൻ പോളി നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് എന്ന് കരുതി പോകുന്ന അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഒരു പക്ഷേ ചെറിയൊരു നിരാശയൊക്കെ ഉണ്ടായേക്കാം. കാരണം ഇതിൽ നിവിൻ പോളി അല്ല, ഒരു സാധാരണ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡർ ആയിട്ട് മാത്രമേ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുകയുള്ളൂ. നായകൻ നിവിൻ പോളി അല്ല എന്ന് പറയാം. തിരക്കഥയാണ്. ഒപ്പം ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയാവുന്നത് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയാണ്. ഒപ്പം അമ്മ എന്ന ഡെഫിനിഷന് ഏറ്റവും യോജിക്കുന്നത് ആര് എന്നുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ചോദ്യം കൂടി സിനിമ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന് നമുക്ക് പ്രേക്ഷകർക്ക് കിട്ടുന്ന ഉത്തരം തന്നെയാണ് സിനിമയ്ക്കും തരാനുള്ളത് എന്നുള്ളത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു കാര്യമായിരുന്നു. സോ മികച്ച തിരക്കഥ, അത് തുടക്കം മുതൽ തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ട് ഒരുക്കിയിരിക്കുന്നു. ഒപ്പം നല്ലതായിട്ട് എഴുതിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു ഇമോഷണൽ കണക്ഷനും കഥയോടും കഥാപാത്രങ്ങളോടും ഉണ്ടാകുന്നുണ്ട്. അഭിനയിച്ചവരുടെയൊക്കെ പെർഫോമൻസും മികച്ചതാണ്. കഥയിൽ ബേബി ഗേൾ ആണെങ്കിലും ആ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ്. മാസ്റ്റർ രുദ്രാക്ഷ് എന്നാണ് കുട്ടിയുടെ പേര്. അഭിനയിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല, ഒരു കൊച്ചു കുഞ്ഞാണല്ലോ. പക്ഷെ ആ ക്യാരക്ടറിനെ സെന്ററിൽ നിർത്തിക്കൊണ്ടാണ് ഇതിന്റെ കഥ മുഴുവനും മുമ്പോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത രണ്ട് ജന്മങ്ങൾ, അവരുടെ പാട്ടിന് വിട്ടുകൂടെ എന്നതിലെ ഒരു കഥാപാത്രം ചോദിക്കുന്നത് തന്നെയുണ്ട്. അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും തോന്നുക, ചോദിക്കാനും തോന്നുക. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഉടനീളം ശ്രമിക്കുന്ന ഒരു ഹോസ്പിറ്റൽ അറ്റൻഡറിന്റെ വേഷത്തിലാണ് നിവിൻ പോളി വരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതാണ് ഒരു നല്ല ആക്ടറിന്റെ ലക്ഷണം എന്ന് ഞാൻ പറയും. തനിക്ക് എന്തുമാത്രം സ്ക്രീൻ സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ മാസ് കാണിക്കുന്നുണ്ടോ, ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ, അങ്ങനെയുള്ള ഇമേജസ് ഒന്നും നോക്കാതെ സിനിമയിൽ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് നിവിൻ പോളി ഈ പടത്തിന് സമ്മതം മൂളി തന്നെ അഭിനന്ദനാർഹമാണ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മികച്ച സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഈ പടവും എടുത്തു പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ നിവിൻ പോളിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫിലാണ് എന്തെങ്കിലും കാര്യമായിട്ടുള്ളത് അദ്ദേഹത്തിന് ചെയ്യാനായിട്ട്. പക്ഷേ ഈ സിനിമയിലെ ശരിക്കുമുള്ള ഷോ സ്റ്റീലേഴ്സ് എന്ന് പറയാവുന്നത് രണ്ടുപേരാണ്. അത് ലിജോമോൾ ജോസും സംഗീത് പ്രതാപുമാണ്. നല്ല കലക്കനായിട്ട് രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ഇന്റർവെൽ ആകുമ്പോൾ മാത്രമേ കഥയിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് കാണിക്കുന്നുള്ളൂ. പക്ഷെ അവര് പടം മുഴുവൻ കൊണ്ടുപോയി എന്ന് പറയാം. കൂടുതലായിട്ടും കോമഡി റോളുകൾ ചെയ്യാറുള്ള, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഫലിപ്പിക്കാറുള്ള സംഗീതിന്റെ ഇമോഷണൽ പോർഷൻസ് ഭയങ്കരമായിരുന്നു. ഡയലോഗ് ഡെലിവറി ഒക്കെ കിടുവാണ്. നമുക്കും കൂടി എന്താ പറയാ, ഒരു സങ്കടം തോന്നിപ്പോകും. അതുപോലെ തന്നെ ലിജോമോളും സംഗീതും തമ്മിലുള്ള ഒരു റിലേഷനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ആ ഒരു കാര്യം കൊണ്ട് ഭയങ്കര നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് കഥാപാത്രങ്ങളുമായിട്ട്. ലിജോമോള് മലയാളത്തിലെ എന്നല്ല, ഞാൻ പറയും സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ആണെന്ന്. ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇത്രയധികം ഇറങ്ങി ആ ക്യാരക്ടർ പിടിക്കുന്ന ഒരു നടി ഇന്നത്തെ തലമുറ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ റോളിൽ ഇപ്പോ ഏതെങ്കിലും തമിഴോ തെലുങ്കിലോ ഒക്കെയുള്ള ഏതെങ്കിലും നടിയായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിൽ നമ്മൾ കാണാറുണ്ട് വലിയ മമ്മൂട്ടി മോഹൻലാൽ പടങ്ങളിലൊക്കെ നായികയായിട്ട് വരുന്ന സാധാരണ റോൾ ചെയ്യുന്ന നടിമാർ പോലും മേക്കപ്പിലൊക്കെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്തത്. അവരൊക്കെ ആയിരുന്നെങ്കിൽ ആ റോളിന്റെ നാച്ചുറാലിറ്റി നശിപ്പിച്ചേനെ. പക്ഷെ എണ്ണമയമുള്ള, എപ്പോഴും വിയർത്ത നിലയിൽ കാണുന്ന, മുടിയൊക്കെ ഇങ്ങനെ അലസമായിട്ടിട്ടേക്കുന്ന ഋതു എന്നൊരു ക്യാരക്ടറായിട്ട് മാത്രമേ നമുക്ക് ലിജോമോളെ ഈ പടത്തിൽ കാണാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ഒരു 80s 90s ഗീത ഉർവശിയൊക്കെ ചെയ്ത പോലെയുള്ള ഒരു റോളാണ്. കിടിലൻ കഥാപാത്രമാണ്, കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ രാകേഷ് ആയിട്ട് വന്ന അഭിമന്യു എസ് തിലകനും കൊള്ളാമായിരുന്നു. അതുപോലെ ജാഫർ ഇടുക്കി, അസീസ് നെടുമങ്ങാട്, അതിഥി രവി, കിച്ചു ടല്ലസ്, നിഷ സാരംഗ്, മൈഥിലി നായർ തുടങ്ങിയവരും പടത്തിലുണ്ട്. പിന്നെ മേജർ രവിക്ക് ഒരു നല്ല ഡയലോഗ് പടത്തിലുണ്ട് കേട്ടോ. പോരാത്തതിന് ലിസ്റ്റിൻ സ്റ്റീഫനും ഒരു ചെറിയ റോളിൽ പടത്തിൽ വരുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ ഫൈസ് സിദ്ദിഖാണ്, എഡിറ്റർ ഷൈജിത് കുമാരനാണ്. എല്ലാം ഒരു ഓക്കേഷ് ഫീൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. സാംസിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സ്ഥിരം ടൈപ്പായിട്ടാണ് തോന്നിയത്. പക്ഷെ പടത്തിന്റെ ടെൻഷൻ, ത്രില്ലിംഗ് പോർഷനിലൊക്കെ ഡീസന്റ് ആയിട്ട് അനുഭവപ്പെട്ടു. ഞാൻ ഈ പടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊന്മാനിലെ ചിത്രചേച്ചി പാടിയൊരു പാട്ടുണ്ടല്ലോ, മറ്റേ പക എന്ന് പറയുന്ന സോങ്, അതുപോലൊരു പാട്ട് പ്രതീക്ഷിച്ചായിരുന്നു ലാസ്റ്റ് ടൈറ്റിൽ എപ്പോഴെങ്കിലും. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ബോബി സഞ്ജയ് അവര് ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്ന് പറയാം. മെഡിക്കൽ പശ്ചാത്തലം കൂടി ആകുമ്പോൾ അവർക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ എഴുതാനും പറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. ഈ നെഗറ്റീവ്സ് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡിൽ തന്നെയാണ് എനിക്ക് കുറച്ച് വീക്കായിട്ട് പടം ഫീൽ ചെയ്തത്. വിഷ്വൽസും അതുപോലെ കളർ ടോണിലും ഒക്കെ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് പറയാം. മേക്കിംഗും കുറച്ചൊരു ഓൾഡ് സ്റ്റൈൽ ആയി എന്ന് തോന്നിപ്പോയി. ഇപ്പൊ ഇതുപോലുള്ള സ്റ്റോറീസ് ഒക്കെ വരുന്ന ചില കൊറിയൻ ത്രില്ലേഴ്സ് ഒക്കെ ഉണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള ചില ത്രില്ലേഴ്സ്, അതിനൊക്കെ ടെക്നിക്കൽ ക്വാളിറ്റി അന്യായമായിരിക്കും. അതുപോലെ
ഇതിനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇതൊരു ത്രില്ലർ സിനിമ ആയതുകൊണ്ടും ഈ ഒരു കഥാപശ്ചാത്തലമായതുകൊണ്ടും ലോജിക്കൽ പ്രശ്നങ്ങളും തീർച്ചയായിട്ടും കഥയിലുണ്ട് എന്ന് പറയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ്സ് എല്ലാം തന്നെ പടത്തിന് നെഗറ്റീവായിട്ട് വരും എന്ന് പറയാം. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥയുള്ള ഒരു പടം മാസ് ഓഡിയൻസിന് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എന്റെ സംശയം. നായകന് കയ്യടി കിട്ടുന്ന അല്ലെങ്കിൽ മാസ് എലവേഷൻ രംഗങ്ങളൊന്നും ഈ പടത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഈ സിനിമയ്ക്ക് ഞാൻ പോയപ്പോൾ രാവിലത്തെ ഷോ നടന്ന തന്നെ ഭാഗ്യം എന്ന് പറയാം. ഏകദേശം 15 പേരെങ്ങാണ്ടേ ഉള്ളായിരുന്നു തിയേറ്ററിൽ. പിന്നെ 2-3 പേരും കൂടെ വന്നു. അങ്ങനെയാണ് പടം നടന്നത്. സോ ഈ മാസ് ആവറേജ് അല്ലെങ്കിൽ ചില ഊളപ്പടങ്ങളൊക്കെ 50 കോടിയും 60 കോടിയും 100 കോടിയും ഒക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ അത് OTT വരുമ്പോൾ ട്രോൾ ഏറ്റുവാങ്ങും. എന്നിട്ട് ഇതുപോലെയുള്ള നല്ല സിനിമകൾക്ക് ആരും കയറത്തുമില്ല. പിന്നെ അത് OTT വരുമ്പോഴത്തേനും അയ്യോ നല്ല പടമായിരുന്നു, ഷോ ആരും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. സ്വാഭാവികം. സോ അങ്ങനെ കരുതി മിസ്സാക്കരുത്. പടം പറ്റിയാൽ പോയി കാണുക. മൊത്തത്തിൽ ഒരു നല്ല ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ബേബി ഗേൾ. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. നല്ല സ്ക്രിപ്റ്റ് ആണ് പടത്തിൻ്റെത്. പക്ഷെ മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് വൈസ് ഇതൊരു മസ്റ്റ് വാച്ച് ആണ്. പക്ഷെ മാസ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സ്റ്റിൽ അവർക്കും വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു പടമായിരിക്കും കണ്ടു കഴിഞ്ഞാൽ. നല്ലൊരു തിരക്കഥയുള്ള അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം ഇപ്പോൾ തിയേറ്ററുകളാണ് ഓടുന്നത്. 2 മണിക്കൂർ 50 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.